ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ വീടും പൂട്ടി ഇറങ്ങുന്നത് കല്യാൺ സിൽക്സിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഓണം വന്നു. നിങ്ങൾക്കോ? ഓണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഇറങ്ങുന്നത്. ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. ഞാൻ, മേമ, ഹസ്ബൻഡ്, പിന്നെ കുഞ്ഞ്. കല്യാൺ സിൽക്സ് ഉള്ളത് ഷാർജയിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് അജ്മാനും. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ആൾ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു സാരി തപ്പിപ്പോയപ്പോൾ കല്യാൺ സിൽക്സിലാണ് കയറിയത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു പ്രതീക്ഷയായിട്ടാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞ് നല്ല എക്സൈറ്റഡ് ആണ്. ഒന്ന് അടുത്താണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ്, കൂടിപ്പോയാൽ 20 മിനിറ്റ് അത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഒട്ടും തന്നെ കോട്ടം തട്ടിയില്ല. ഒത്തിരി ഓണം കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾ ഷാർജ കല്യാൺ സിൽക്സിൽ പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ള പട്ടുപാവാടകളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അധികം തല പുകഞ്ഞ് ആലോചിക്കേണ്ടിയൊന്നും വന്നില്ല. ഫസ്റ്റ് എൻ്റെ കണ്ണിലുടക്കിയ 2 തന്നെ ഞങ്ങൾ അങ്ങോട്ട് എടുക്കാനുണ്ടായത്. നമുക്ക് ഇട്ട് നോക്കാം കുഞ്ഞിന്. ഇതാണ് ആദ്യം എടുത്തത് കേട്ടോ. ഒരു ഉലുവ മഞ്ഞ കളറുള്ള പട്ടുപാവാട കോട്ടൻ്റെത്. ഇതുപോലൊരു സാരി കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത് എടുത്തത് ഈ വയലറ്റും ക്രീമും പട്ടുപാവാടയാണ്. രണ്ടിനും പെറ്റിക്കോട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ. അരയിൽ കിട്ടുന്നതല്ല. അപ്പോൾ അത് അവിടെ അങ്ങനെ കിടന്നോളൂല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് അവസാനിപ്പിച്ചു. കുഞ്ഞിനൊരു ഇതോട് ഉടുപ്പൂടി എടുത്തു. ഞങ്ങൾക്കും എടുത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നതിൻ്റെ ഉത്രാടപ്പാച്ചിലാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. ഇന്ന് ഉത്രാടം. സമയം ഇവിടെ 9 മണി 9:05 ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. ഒരു പണിയും ആയിട്ടില്ല. ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയോ. ഇനി വേണം സദ്യ ഒരുക്കാനും അതുപോലെ തന്നെ അല്ലറ ചില്ലറ വൃത്തിയാക്കൽ പരിപാടിയും ഒക്കെ ഇനി കിടക്കുകയാണ്. കാരണം ഇന്നും വർക്കിംഗ് ആയിരുന്നു. ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം തുടങ്ങാന്ന് ഓർത്തു. എന്തായാലും മേമ അവിടെ സദ്യപ്പണി തുടങ്ങിയിട്ടുണ്ട്. പുളിയിഞ്ചി ആയിട്ടുണ്ട്. ഇനി മാങ്ങാച്ചാറ്. അങ്ങനെ നമുക്ക് തലേന്ന് ആക്കി വെക്കാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെ പതിയെ ആക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി എന്തായി നോക്കാം. അതിന് പിന്നെ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. നാളെ ഇപ്പോൾ ഓണമായിട്ട് 2-3 ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ഞങ്ങൾക്ക് വൃത്തിയാക്കൽ കാര്യമായിട്ട് തന്നെ ചെയ്യണം. കുഞ്ഞാവേനെ നോക്കാൻ അമ്മമ്മയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒന്നും അങ്ങനെ വൃത്തിയാക്കി എത്താനൊന്നും അമ്മമ്മയ്ക്ക് സാധിക്കില്ല. കാരണം അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇതും കൂടി ആകുമ്പോൾ ബാലൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ ഞങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡിലാണ് പൊതുവേ ഈ വൃത്തിയാക്കലിനൊക്കെ നിൽക്കുക. എന്തായാലും ആ ഒരു വൃത്തിയാക്കൽ ഓണം പ്രമാണിച്ച് ഇന്ന് ഞങ്ങൾ ചെയ്യണമെന്ന് മാത്രം. അമ്മമ്മ പുളിയിഞ്ചി പണിയിലാണ്. ഇതെന്താ അമ്മമ്മേ? മാങ്ങച്ചാറിന് എന്തൊക്കെയാ അത്? ഉലുവയും കടുകും പൊടിച്ചത്. ഓക്കെ, വറുത്ത് പൊടിച്ചത്. ഓക്കെ. അല്ല, ഇതെന്ത് വിഭവത്തിനാ? അതാണ് പായസം. മധുരത്തിനാണോ ഇത്? നോക്കട്ടെ അമ്മ, ഒരു പൊട്ട് നോക്കട്ടെ. അപ്പോ എന്നാ നമുക്ക് പണി തുടങ്ങിയാലോ അമ്മമ്മ? എവിടുന്നാ തുടങ്ങുക അമ്മമ്മ? പറഞ്ഞോളൂ. അച്ചാറിടെ എവിടെ? പുളിയഞ്ചി മേമ. പുളിയഞ്ചി കാണിച്ചത്. പുളിയഞ്ചി അമ്മമ്മ ആക്കി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാം. ഓണക്കുട്ടിക്കാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മളൊക്കെ എത്ര ഓണം ഇട്ടെന്താ കാര്യം, അവളുടെയാണ് പ്രസ്ത ഓണം. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കിയത് അമ്മ കൊടുക്കാൻ പോവാണേ. അപ്പോൾ ഓണപ്പണികൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അമ്മമ്മ ഞങ്ങൾക്ക് 2 പേർക്കും കുറച്ച് ജോലികളൊക്കെ തന്നിട്ടുണ്ട്. ക്ലീനിങ് മൊത്തം ഞങ്ങളുടെ ജോലിയാണ്. ഒരാൾ അലങ്കോലാക്കും, ഒരാൾ വൃത്തിയാക്കും. ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ചാൽ മാങ്ങാച്ചാറിന് മാങ്ങ അരിയുക എന്നുള്ളതാണ്. അതരിഞ്ഞ് അമ്മമ്മയുടെ അടുത്ത് കൊടുത്തതിന് ശേഷം അടുത്ത നമുക്ക് ചോദിച്ച് വാങ്ങാം. ഓക്കെ. ഇൻ ബിറ്റ്വീൻ ഇയാൾ ഉറങ്ങുന്ന തോന്നണത്. നല്ല ഉറക്കം വരുന്നുണ്ട്. കളിയും പാപ്പകഴുപ്പും ഒക്കെ കഴിഞ്ഞു. ഓക്കെ, നമുക്കൊരു ഉമ്മ ഒരു ചക്കരുമ തന്നെ. ചക്കരുമ തരും.
നമുക്ക് നല്ല നല്ല ഓണം ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പണിയെടുക്കാം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമല്ലോ. എൻ്റെ ഓണം ഓർമ്മ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് നിന്നതും വളർന്നതൊക്കെ. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു കുടുംബമാണ്, കുറേ പേരുണ്ട്. വല്യമ്മ ഉണ്ട്, മേമ്മമാരുണ്ട്, അമ്മമ്മ ഉണ്ട്, അനീത്തിമാരുണ്ട്, ഞാനാണ് മൂത്തത്. അപ്പോൾ ഓണം 10 ദിവസം അത്തം തൊട്ട് നമ്മൾ എല്ലാവരും പൂവിടും. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആ സൈഡിലൊക്കെ നടന്നിട്ട് പൂക്കളൊക്കെ എറുത്തോടന്ന് ഒക്കെ തലേന്നേ അരിഞ്ഞു വയ്ക്കും. ഇലകളൊക്കെ ആണെങ്കിൽ ആ തലേന്ന് അരിഞ്ഞു വയ്ക്കും, സീരിയലും കാണുക അരിയുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ പൂക്കൾ അങ്ങനെ കിട്ടാണ്ടായി, പിന്നെ പൂക്കൾ പറിക്കാൻ മടിയായി തുടങ്ങി. അങ്ങനെ പൂക്കൾ നമ്മൾ വാങ്ങുന്നു. ടേസ്റ്റ് ഇടാം മാങ്ങ, പഴുക്കാറായ മാങ്ങ അച്ചോട്ട ടേസ്റ്റ് ഉണ്ടാവും, കാണണ്ട കട്ട് കഴിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് ഓണം ഓർമ്മ അല്ലേ. അപ്പോൾ 10 ദിവസവും ഞങ്ങൾ അത്തടും. ആ വട്ടം വലുതാവും കേട്ടോ ഓരോ ദിവസം. അത്തത്തിന് കുഞ്ഞിയ വട്ടമാണെങ്കിൽ അതിന് ശേഷം കുറച്ചും കൂടി വലിയ വട്ടമാവും. അങ്ങനെ പിന്നത്തെ ഒരു വലിയ ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി എടുക്കാൻ പോകലാണ്. അത് മാമാങ്കം തന്നെയാണ് തുണി എടുക്കാൻ പോവുക പറയുമ്പോൾ. എൻ്റെ അമ്മ സെയിൽസ് ഗേളാണ്. അപ്പം റോയൽ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് ഒറ്റപ്പാലത്ത്. അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അവിടുത്തെ സെയിൽസ് ഗേളാണ്. ഇപ്പോഴും അമ്മ അവിടെ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ തുണി എടുക്കാനൊക്കെ പോവുക. കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു കടയാണ് കേട്ടോ. അവിടെ ഒറ്റപ്പാലുള്ള ആൾക്കാരൊക്കെ റോയലിലേക്ക് പൊക്കോളും. അപ്പം ഓണം അവിടെ നിന്ന് ഉടുപ്പൊക്കെ എടുക്കുന്നത് അവിടെ നിന്നാണ് മിക്കവാറും. ഒരു വലിയ വണ്ടി തന്നെ വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഒഴിവൊക്കെ നോക്കി അങ്ങോട്ട് ഒരു ദിവസം പോകുമ്പോൾ ഞങ്ങൾ രാവിലെ പോയാൽ ഓർക്കണം വൈകിട്ട് 8-8:30 ആവും തിരിച്ച് വീട്ടിൽ വരണം. അത്രയും പേർക്ക് ഡ്രസ്സ് എടുക്കണം. പിന്നെ മാമനും അതുപോലെ തന്നെ വല്യച്ഛൻ, എൻ്റെ അച്ഛൻ, അങ്ങനത്തെ എന്താ പറയുക പുരുഷജനങ്ങൾക്കൊക്കെ വേഗം തുണിയെടുത്ത് കഴിയും. വേഗം തുണിയെടുത്ത് കഴിയും. പിന്നെ വരുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യം, സ്ത്രീകൾക്ക് എത്ര എടുത്താലും മതിയാവില്ല. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾക്കാണ് ഡ്രസ്സ് എടുക്കാൻ കുറേ പാടുപെടുക. അപ്പോൾ വല്യച്ഛനാണെങ്കിൽ ഇത് കണ്ടറിഞ്ഞ് എന്താ പറയുക ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അടുത്തുള്ള ബേക്കറികളും അത് ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി വെക്കും. ആൾക്കറിയാം, കാരണം സമയത്ത് എന്തായാലും ഇത് തീരില്ല എന്ന്. അപ്പോൾ കൃത്യസമയത്ത് ആൾ പോയിട്ട് ഫുഡ് കഴിക്കും. ഞങ്ങൾക്ക് ചായ കടക്കി വാങ്ങിത്തരും, ഇതൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പറയുകയും ചെയ്യും. ഇത് ഇത്ര നേരം എന്താന്നൊക്കെ. ഒരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ. ഒരു ഉത്രാടത്തിന് ഒരു 2-3 ദിവസം മുന്നേ, തിരുവോണത്തിന് മുന്നേ ഒരു 2-3 ദിവസം മുന്നെയാണ് ഞങ്ങൾ കുപ്പായൊക്കെ എടുക്കാൻ പോവുക. കുറഞ്ഞതൊരു 3 ജോഡി ഡ്രസ്സെങ്കിലും ഉണ്ടാവും. അപ്പോൾ തിരുവോണത്തിൻ്റെ 3 ദിവസം മുന്നേ നമുക്ക് ഓണം തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ പുത്തനൊക്കെ ഇട്ട് അങ്ങനെ എല്ലാ കോർണറിലും ആൾക്കാരുണ്ടാവും. വീട്ടിൽ എല്ലായിടത്തും ബഹളങ്ങളായിരിക്കും. നമുക്കൊരു ബഹളമാണ് മൊത്തം ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ. പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ. ക്യാപ്പതാ നമ്മുടെ മേമ വന്നിരിക്കുകയാണ്. മാമോടുത്ത് ചോദിച്ചോക്കാം നമുക്ക് മാമയുടെ ഓണം എങ്ങനെയെന്ന്. മാമയുടെ ഓണം എങ്ങനെ പറ. മേമ്മയുടെ ഓണം പറഞ്ഞാൽ പൂ പറിക്കാൻ പോവും. കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാരത്ത് പൂ പറിക്കാൻ പോവും, പൂവിടും. അത് കഴിഞ്ഞ് പൂവ് ഓണത്തിന് സദ്യ ഉണ്ട് കഴിഞ്ഞ് ചട്ടിപ്പന്ത് കളിക്കും, പിന്നെ ഒളിച്ചു കളിക്കും, കൊറേ കളി കളിക്കും, കബഡി കളിക്കും. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അതില്ല. അപ്പൊ അതാണ് മേമയുടെ ഓണം.
അപ്പോൾ തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, അത്തപ്പൂക്കളിടുക, അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ട്, തിരുവോണം ആഘോഷിക്കുക. എന്തായാലും തിരുവോണം പിറന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു ഓണവിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. തലേന്ന് തൊട്ടിട്ട് ശരിക്കും ഉത്രാടപ്പാച്ചൽ തന്നെയായിരുന്നു. പെട്ടെന്ന് വീടൊരുക്കി, ഭക്ഷണ വസ്തുക്കളൊക്കെ ഒരുക്കി, അത്തപ്പൂക്കളിട്ടു, ഓണസദ്യ ഉണ്ടു. ഏകദേശം ഓണ ആഘോഷം അവസാനത്തിലേക്ക് അടുത്തു അല്ലേ. ഇനി ജസ്റ്റ് നമ്മളൊന്ന് പുറത്ത് പോകുമായിരിക്കും, 2-3 ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പുറത്ത് പോകുമായിരിക്കും. അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഓണവിശേഷം അതുപോലെ തന്നെ മേമയുടെ ചെറുപ്പത്തിലുള്ള ഓർമ്മകളൊക്കെ പറഞ്ഞു. ഇനി അവിടെ ഉണ്ടായില്ലാത്ത ഒരാളടുത്ത് നമുക്ക് ചോദിക്കാം, അതായത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കാം, അവരുടെ ഓണവിശേഷം എന്തൊക്കെയാണ്, നിങ്ങളുടെ ഓണവിശേഷങ്ങൾ? എൻ്റെ ഓണവിശേഷം എന്താ, ഓണക്കളികളും ഓണപ്പൂക്കളം, സദ്യ, പഴം പുഴുങ്ങിയത്, പിന്നെ പൂക്കൾ പറിക്കാൻ പോവും, പാടത്തൊക്കെ പോവും, ചാമ പൊട്ടിക്കാനും, കളികളും എല്ലാവരും ഒക്കെ ഇട്ട് പുറത്ത് പോക്കുക. നല്ല രസമായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. ഇപ്പോൾ ഫുൾ ജോബ്, ലീവ് കിട്ടിയാൽ കിട്ടി, അപ്പോൾ ഓണാഘോഷിക്കും. അതന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ കൂടിയ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. വീഡിയോ കാണാൻ മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹം മാത്രം. എല്ലാവർക്കും ഒരു തവണ കൂടി ഹാപ്പി ഓണം. ബൈ.